നാമത്തിന് മഹത്വം ഉണ്ടാകാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത് പല വർഷങ്ങൾക്ക് ശേഷമാണ്. തൃശ്ശൂർ മറ്റൊരിടത്ത് ചില മാസങ്ങൾക്ക് മുമ്പ് കടന്നു വരുവാനായിട്ടിടയായി. എന്നാൽ ഇവിടെ ഇങ്ങനെ നിൽക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. YMEFൻ്റെ യോഗങ്ങൾക്കും അതുപോലെ വളരെ മുൻപ് ഇവിടെയുള്ള കൺവെൻഷനും സിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിനും ഒക്കെ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ ഇടയായത് ഓർക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ദൈവത്തോട് അതിലേറെ നന്ദിയുള്ളവനായിരിക്കെ ഈ 2 ദിവസത്തെ ഇവിടെയുള്ള ശുശ്രൂഷകളിൽ എന്നെ വിളിക്കുകയും വചന ശുശ്രൂഷയ്ക്ക് അവസരം നൽകുകയും ചെയ്ത സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുള്ള എൻ്റെ നന്ദിയെ ഞാൻ പ്രാരംഭത്തിലെ അറിയുകയാണ്. നാം പ്രാർത്ഥനയെ ഓർത്തതുപോലെ നാം ഈ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായമായിട്ട് ഭവിക്കണം. നാം കേൾക്കുന്ന വചനം ജീവിതത്തിൽ ക്രിയ ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയിൽ നാം കർത്താവിനോട് പറഞ്ഞ ആഗ്രഹം തുടർന്നുമുള്ളവരായിട്ട് നാം ദൈവവചനം ശ്രവിക്കുവാൻ സ്വീകരിക്കുവാനൊക്കെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മുൻപൊക്കെ ഞാൻ കടന്നു വന്നിരുന്നത് മുംബൈയിൽ നിന്നാണ്. ഇപ്പോഴും മുംബൈയിൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും മുംബൈയിൽ നിന്നല്ല കടന്നു വരുന്നത്, കേരളത്തിൽ തന്നെയുണ്ട്. കഴിഞ്ഞ 3 വർഷത്തോളം നാട്ടിൽ തന്നെയുണ്ട്. നാട്ടിലാണ് അധികവും. ഇടയ്ക്കിടയ്ക്ക് മുംബൈയിൽ പോകുമെന്നേ ഉള്ളൂ. അതിൻ്റെ കാരണം നാട്ടിൽ എൻ്റെ വീട് കുളനടയാണ്, പന്തളത്തിനടുത്ത് കുളനട. എൻ്റെ അമ്മ പ്രായമായി കുളനടയുണ്ട്. അച്ചാച്ചൻ മരിച്ചുപോയി വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അമ്മ തനിച്ചായിരുന്നു. അപ്പോൾ അമ്മ ഇപ്പോൾ 93 വയസ്സുണ്ട്. എന്നാൽ കിടപ്പല്ല, കയറി ഇറങ്ങിയൊക്കെ നടക്കുന്നു. എന്നാൽ ഇനിയും തനിച്ച് അമ്മയെ ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും വൈഫും ഇപ്പോൾ കുളനട തന്നെ അമ്മയോടൊപ്പമുണ്ട്. അതുകൊണ്ട് കേരളത്തിലും പല ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനായിട്ട് കൂടുതൽ ഇടയാകുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലെ യാത്രകൾ, അതുപോലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് മുംബൈയിൽ കടന്നു പോകുന്നു. മുംബൈയിൽ നിന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തതല്ല, ഈ ഒരാവശ്യത്തോടുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വീണ്ടും കർത്താവ് ഇടയാക്കിയതോർത്ത് കർത്താവിന് വീണ്ടും സ്തോത്രം ചെയ്യുക. നാം ഇന്ന് വചനത്തിൽ നിന്നും ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നാണ്. 1 തിമോത്തി. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തോടും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമർമ്മം കൊണ്ടും വലിയതാകുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവഭക്തിയുടെ മർമ്മമാണ് നാം കാണുന്നത്. ദൈവഭക്തി എന്ന് നമുക്ക് പറയാം. അപ്പോൾ 14-15 വാക്യങ്ങളിൽ ദൈവവചനം, 16-ാം അധ്യായത്തിൽ ദൈവഭക്തി. ഇന്നത്തെ 2 ക്ലാസ്സുകളിൽ നാം നോക്കുവാനായിട്ട് പോകുന്നത് ഈ 2 വിഷയങ്ങളാണ്. വിപുലമായിട്ട് വചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ കടന്നുപോയി നാം ഇത് സംബന്ധിച്ച് പഠിക്കുകയല്ല. പിന്നെ നാം വായിച്ച വേദഭാഗത്ത് നിന്നുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം അതോട് ചേർത്ത് നോക്കി ചില ചിന്തകൾ അത്യാവശ്യമായിട്ടുള്ളത് ഒന്നിച്ച് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 ക്ലാസ്സിന് ഒരു തലക്കെട്ട് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനവും ദൈവഭക്തിയും എന്ന് വിളിക്കാം. ദൈവവചനവും ദൈവഭക്തിയും നാം സാധാരണ കേൾക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇന്ന് നാം
ഈ വിഷയങ്ങൾ നോക്കുമ്പോൾ കർത്താവ് നമ്മോട് ഫ്രഷായിട്ട് ഇടപെടുവാൻ ആഗ്രഹത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. പൗലോസിൻ്റെ എഴുത്തുകളിൽ ഏതാണ്ട് ഒടുവിലായിട്ട് വരുന്ന എഴുത്തുകളാണ് ഇടയലേഖനങ്ങൾ എന്ന് നാം വിളിക്കുന്ന ലേഖനങ്ങൾ. ഏതാണ് ഇടയലേഖനങ്ങൾ? പാസ്റ്ററൽ എപ്പിസിൽസ്, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്. ഈ 3 ലേഖനങ്ങളെയാണ് ഇടയലേഖനങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. ഇടയലേഖനങ്ങൾ എന്ന് വിളിക്കുവാനായിട്ട് കാരണം ഇടയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ 3 ലേഖനങ്ങളിലും നാം കാണുന്നത്. മാത്രമല്ല തിമോത്തിയോസും തീത്തോസും അവർ ആയിരുന്ന ഇടങ്ങളിൽ എഫെസോസിലും അതുപോലെ ക്രേത്തയിലും ഇടയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് സഹായമാകത്തക്ക നിലയിലുള്ള കാര്യങ്ങളാണ് ഈ 3 ലേഖനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 1 തിമോത്തിയോസിലും തീത്തോസിൻ്റെ ലേഖനത്തിലും. അതുകൊണ്ട് ഈ 3നെയും ഒന്നിച്ച് ഇടയലേഖനങ്ങൾ എന്ന് നാം വിളിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ പൗലോസ് ഏറ്റവും ഒടുവിൽ എഴുതിയ ലേഖനങ്ങളാണിവ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസിനെ റോമൻ കാരാഗൃഹത്തിൽ നാം കാണുന്നു. തൻ്റെ ആദ്യത്തെ റോമൻ കാരാഗൃഹവാസം. എന്നാൽ അതിൽ നിന്നും താൻ വിടുതൽ പ്രാപിച്ചുവെന്നാണ് വേദപഠിതാക്കൾ വിചാരിക്കുന്നത്. അതിനുശേഷമുള്ള എഴുത്തുകളാണിവ. പൗലോസ് എത്ര ലേഖനങ്ങൾ എഴുതി? 14. എബ്രായരും കൂടെ കൂട്ടി 14. എന്നാൽ തൽക്കാലം നാം എബ്രായ ലേഖനം ഒന്ന് മാറ്റിവെച്ചാൽ 13 നമുക്ക് നിശ്ചയമായിട്ട് പറയാം. 13 ലേഖനങ്ങൾ. ആ 13 ലേഖനങ്ങളുടെ എഴുത്തിൻ്റെ ക്രമം നാം മനസ്സിലാക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. ചില അക്കങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ആ അക്കങ്ങൾ ഇതാണ്: 1, 2, 3, 4, 2, 1. പറയാൻ പ്രയാസമാണോ? ഓർത്തിരിക്കാൻ പ്രയാസമാണോ? എളുപ്പമാണ് അല്ലേ? എത്രയോ വലിയ വലിയ കാര്യങ്ങളാണ് നാം മനഃപ്പാഠമാക്കുന്ന ദിവസവും. ഇത്ര മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പൗലോസ് എഴുതിയ ഈ 13 ലേഖനങ്ങളുടെ എഴുത്തിൻ്റെ ക്രമം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. 1, 2, 3, 4, 2, 1. എന്നാ ഇത് പറയാം. തൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയിൽ എഴുതിയത് ഒരു ലേഖനമാണ്, ഗലാത്യ ലേഖനം. തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ 2 ലേഖനങ്ങൾ എഴുതി. 1 തെസ്സലോനിക്കരും 2 തെസ്സലോനിക്കരും. തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ 3 ലേഖനങ്ങൾ എഴുതി. റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ. തൻ്റെ 4ാമത്തെ മിഷണറി യാത്രയിൽ വേദപഠിതാക്കൾ സാധാരണ 3 മിഷണറി യാത്രകൾ എന്നാണ് പഠിക്കുന്നത്. 4ാമത് നമ്മുടെ ഈ പഠനത്തിനായിട്ട് 4ാമത് ഒന്നുകൂടി ചേർക്കാം. അത് അപ്പോസ്തല പ്രവൃത്തി 27, 28 അധ്യായങ്ങളിൽ കാണുന്ന റോമിലേക്കുള്ള തൻ്റെ യാത്രയാണ്. അതോടുള്ള ബന്ധത്തിൽ 4 ലേഖനങ്ങൾ നാം കാണുന്നു. കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് നാം വിളിക്കുന്ന 4 ലേഖനങ്ങൾ. ഏതൊക്കെയാ? എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലെമോൻ. അപ്പോൾ 1, 2, 3, 4 അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലെത്തി. അതിനുശേഷം താൻ വിടുതൽ പ്രാപിച്ചു, വീണ്ടും യാത്ര ചെയ്തു. 2, 1 തിമോത്തിയോസ്, തീത്തോസ്. പിന്നെ 1 കൂടി പറഞ്ഞു. അത് തൻ്റെ ഒടുവിലത്തെ കാരാഗ്രഹവാസം. ഏതാണത്? 2 തിമോത്തിയോസ്. അപ്പോൾ 1, 2, 3, 4, 2, 1. ആദ്യത്തേതിൽ പറഞ്ഞാട്ട് ഗലാത്യ ലേഖനം. രണ്ടാമത്തേതിൽ 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ. മൂന്നാമത്തേതിൽ റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ. 4ാമത്തേതിൽ അതെ കാരാഗ്രഹ ലേഖനങ്ങൾ. പിന്നത്തെ അക്കങ്ങൾ എന്താ? 2, 1. 2 ഏത്? 1 തിമോത്തിയോസ്, തീത്തോസ്. 1, 2 തിമോത്തിയോസ്. അപ്പോൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും ഇത് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ അല്പം സഹായമായിട്ട് എനിക്ക് തോന്നി. അത് എളുപ്പമായിട്ട് ഓർത്തിരിക്കാനായിട്ട്, ഈ ക്രമം ഓർത്തിരിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ താൻ ഒടുവിലായിട്ട് എഴുതിയ ലേഖനങ്ങളിൽ പെട്ടതാണിത്. ഒടുവിലായിട്ട് എഴുതിയ ലേഖനങ്ങളായതുകൊണ്ട് തൻ്റെ പക്വതയും അതുപോലെ സഭ സംബന്ധിച്ചുള്ള തൻ്റെ തീവ്രതയും അതുപോലെ ഈ യൗവനക്കാരായിട്ടുള്ള തിമോത്തിയോസ്, തീത്തോസ് തുടങ്ങിയവർക്ക് എഴുതുമ്പോൾ അവരോടുള്ള തൻ്റെ സ്നേഹം, ആർദ്രത,
ഇവയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വേദപണ്ഡിതാക്കൾ പറയുന്നത് മറ്റുള്ള ലേഖനങ്ങളെക്കാൾ അധികം തൻ്റെ ജ്ഞാനത്തിൻ്റെ പക്വതയും തൻ്റെ അറിവിൻ്റെ പക്വതയും ഒക്കെ ഏറെ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നു. സ്വാഭാവികമാണ്, തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ താൻ എഴുതിയവയാണല്ലോ. താൻ ആ ഒടുവിലത്തെ കാലങ്ങളിൽ ചെയ്ത യാത്രകൾ നാം മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 28 ശേഷമുള്ള ആ സമയത്ത് ഉള്ള തൻ്റെ യാത്രകൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏക അവലംബം ഈ ഇടയലേഖനങ്ങളാണ്. തൻ്റെ യൗവനക്കാരായിട്ടുള്ള ശിഷ്യന്മാരോടൊപ്പം താൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പരാമർശം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനോടൊപ്പം താൻ എഫെസോസിൽ പോകുന്നു. നാം തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ തീത്തോസിനോടൊപ്പം താൻ ക്രേത്തയിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ 2 തിമോത്തിയോസൊക്കെ വായിക്കുമ്പോൾ ത്രൊഫിമോസിനോടൊപ്പം താൻ മിലത്തോസിൽ പോകുന്നു. അങ്ങനെ പല യാത്രകളെക്കുറിച്ചുള്ള, നിക്കോപ്പൊലിസിൽ പോകുന്ന കാര്യം തീത്തോസിൽ കാണുന്നു. അങ്ങനെ പല യാത്രകളെക്കുറിച്ചുള്ള പരാമർശം നമുക്കിവിടെ ചിതറി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അധിക വിശദീകരണങ്ങൾ നമുക്കറിയില്ലെങ്കിൽ തൻ്റെ യാത്രയുടെ ചില സ്ഥലങ്ങൾ നമുക്കങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 1 തിമോത്തിയോസിൻ്റെ ആരംഭം നാം നോക്കുമ്പോൾ തിമോത്തിയോസിനോടൊപ്പം താൻ എഫെസോസിൽ വരുന്നു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ആ 4-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത്, നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോനിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും പറയുന്നു എന്ന് താൻ പറയുന്നതായി നാം കാണുന്നുണ്ട്. അപ്പോൾ തന്നോടൊപ്പം എഫെസോസിൽ ചെന്നപ്പോൾ എഫെസോസിലെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല. എഫെസോസിലെ സഭയുടെ സ്ഥാപനം അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. 18-ാം അധ്യായത്തിൽ താൻ എഫെസോസിൽ വരുന്നു. അധികം നാൾ താമസിച്ചില്ല. അക്വിലായും പ്രിസ്കില്ലയും അവിടെ ആക്കിയിട്ട് താൻ തനിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ 19-ാം അധ്യായത്തിൽ തിരിച്ചു വന്ന് 2 വർഷത്തിലേറെ അവിടെ താൻ പാർത്ത് സുവിശേഷം അറിയിക്കുന്നതായി നാം കാണുന്നു. മാത്രമല്ല, ആ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഫലകരമായിരുന്നു എന്ന് നാം കാണുന്നു. ആസ്യ മുഴുവനും സുവിശേഷം കേൾക്കത്തക്ക അവസ്ഥ ആ ശുശ്രൂഷ മുഖാന്തരമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 19:10 നാം അത് കാണുന്നുണ്ട്. അപ്പോൾ അത്ര നല്ല ആരംഭമായിരുന്നു. എന്നാൽ ഇപ്പോൾ പൗലോസ് തിമോത്തിയോസിനോടൊപ്പം എഫെസോസിലേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 15-20 വർഷമൊക്കെ കഴിഞ്ഞു. അക്കാലത്തെ ജാതീയ സഭകളിൽ ഏറ്റവും മുതിർന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ എഫെസോസ് സഭയെ ആ മുതിർന്ന സഭകളിൽ ഒന്നെന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ 15-20 വർഷത്തിനുള്ളിൽ പല പ്രശ്നങ്ങളും ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളും വർദ്ധിക്കുമല്ലോ. അവൾ ഈ ലേഖനത്തെ നോക്കിയാൽ ഉപദേശപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, നേതൃത്വ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല നിലയിൽ മോറൽ പ്രോബ്ലംസ്, ഇങ്ങനെ പല നിലയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പാർത്ത് കാര്യങ്ങൾ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പൗലോസിന് അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് താൻ ഒന്ന് ചെയ്തു, യൗവനക്കാരനായിട്ടുള്ള തിമോത്തിയോസിനെ എഫെസോസിലാക്കി താൻ തനിച്ച് മക്കദോനിയയിലേക്ക് പോകും. മക്കദോനിയയിലിരുന്ന് തിമോത്തിയോസ് എഫെസോസിൽ നിവർത്തിക്കേണ്ട ആ ശുശ്രൂഷയെക്കുറിച്ച് താൻ ഓർക്കുകയാണ്. തിമോത്തിയോസിന് കാര്യം അത്ര എളുപ്പമായിരിക്കും എന്ന് താൻ ആയിരിക്കില്ല എന്ന് താൻ മനസ്സിലാക്കി. തനിക്ക് നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ തിമോത്തിയോസിന് നൽകി എഫെസോസിലെ ശുശ്രൂഷ, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ക്രമത്തിലാക്കുവാനുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ നൽകി എഴുതുന്നതാണ് ഈ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം എന്ന് പറയുന്നത്. 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സഭയിലെ ശുശ്രൂഷ ഏത് ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണമെന്നുള്ളത് താനത് വ്യക്തമാക്കുന്നു. സഭയിലെ ശുശ്രൂഷ, അതാണ് 1-ാം അധ്യായത്തിൻ്റെ വിഷയം. 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സ്ഥലം സഭയുടെ യോഗങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് താൻ വ്യക്തമാക്കുന്നു. പെട്ടെന്ന് ഓടിച്ചു നോക്കി അത് മനസ്സിലാകില്ല, പഠിക്കുമ്പോൾ മനസ്സിലാകും. 3-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലും മനസ്സിലാകും. സഭയുടെ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നുള്ളത് താൻ വ്യക്തമാകും. സഭയുടെ ശുശ്രൂഷ, സഭയുടെ യോഗങ്ങൾ, അതുപോലെ സഭയുടെ നേതൃത്വം, ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനിയും വ്യക്തിപരമായിട്ടുള്ള തൻ്റെ ആ നിർദ്ദേശങ്ങൾ 4-ാം അധ്യായം മുതൽ തുടരും. എന്നാൽ അതിന് മധ്യേ താൻ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അതിന് മധ്യേ താൻ ഒരു ബ്രേക്ക് എടുത്ത്
എന്തിനാ ഞാനിതൊക്കെ എഴുതുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. പുതിയ നിയമത്തിലെ എഴുത്തുകൾ നാം നോക്കിയാൽ എഴുത്തിൻ്റെ ഉദ്ദേശം പല സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് നാം കാണുന്നു. ചിലയിടത്ത് എഴുത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്താണ് അത് പറയാറുള്ളത്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം 30-31 വാക്യങ്ങളിലാണ് താൻ എന്തിനിതൊക്കെ എഴുതുന്നു എന്ന് പറഞ്ഞ്, നിങ്ങളിത് വായിക്കണം, യേശുക്രിസ്തു ദൈവപുത്രനെന്ന് മനസ്സിലാക്കണം, മാത്രമല്ല അവന് വിശ്വസിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കണം, അതിനൊക്കെയാണ് ഞാനിത് എഴുതുന്നതെന്ന് യോഹന്നാൻ അവിടെ പറയുന്നത് നാം കാണുന്നുണ്ട്. അത് ആ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ 1 യോഹന്നാനും നാം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ നിത്യജീവൻ പ്രാപിച്ചവർ അവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ താൻ എഴുതുന്നുവെന്ന്, അതും ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്കാണ്. ചിലയിടത്ത് നോക്കിയാൽ എഴുത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അത് കുറിക്കുന്നത് നാം കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ലൂക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ 4 വാക്യങ്ങൾ ആ സുവിശേഷം എഴുതുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നത് നാം കാണുന്നുണ്ട്. താൻ പറയുന്നത്, അനേകർ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നു, എന്നാൽ നീ ആ കാര്യം ക്രമത്തിൽ മനസ്സിലാകത്തക്കവണ്ണം ഇത് എഴുതുവാൻ ഞാൻ ഉദ്യമിക്കുകയാണെന്ന് തിയോഫിലോസിനോട് പറഞ്ഞ് താൻ ആരംഭിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ ഈ 1 തിമോത്തിയോസിലേക്ക് വരുമ്പോൾ ഉദ്ദേശം മധ്യഭാഗത്താണ് വ്യക്തമാക്കുന്നത് നാം കാണുന്നത്. ഞാനിത് എന്തിനെഴുതുന്നു, താൻ അതവിടെ വ്യക്തമാക്കുകയാണ്. അത് 14-15 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. അല്ലെങ്കിൽ വീണ്ടും തിമോത്തിയോസിനോടൊപ്പം ആ എഫെസോസിലായിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോൾ നടക്കും തനിക്കത്ര വ്യക്തതയില്ല. എന്നാൽ വരുന്നത് വരെയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം, കാര്യങ്ങൾ നടക്കണം. എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ എന്നല്ല താൻ പറയുന്നത്. ഞാൻ വരുന്നത് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലും പിഴകൾ വരികയാണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ശരിയാക്കിക്കൊള്ളാം. ഇല്ല, അങ്ങനെയല്ല താൻ പറയുന്നത്. ഞാൻ വരുന്നത് വരെയും നീ എങ്ങനെ നടക്കണമെന്ന് നീ അറിയണം, അതിനായി ഞാനിത് എഴുതുന്നു എന്ന് വെച്ചാൽ ഈ എഴുതുന്നതായിരിക്കണം നിന്റെ നടപ്പിൻ്റെ അടിസ്ഥാനം. എങ്ങനെയും നടക്കുവാൻ സാധ്യമല്ല. വചനമായിരിക്കണം അടിസ്ഥാനം. നാം ദൈവവചനത്തിലേക്ക് വരികയാണ്. ദൈവവചനം മാത്രമായിരിക്കണം അടിസ്ഥാനം. അത് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. വചനത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവവചനമായിരിക്കണം നമ്മുടെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ. ദൈവവചനത്തിന് റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള പ്രയോഗം ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പ്യൂരിറ്റൻസ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു. പ്യൂരിറ്റൻസ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന കൂട്ടം ഏതാണ്ട് 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഒരു കൂട്ടമാണ് പ്യൂരിറ്റൻസ്. അവർ വിശുദ്ധ ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അവരുടെ എഴുത്തുകളൊക്കെ ഇപ്പോഴും ലഭ്യമാണ്. ആ എഴുത്തുകളിലൊക്കെ നാം നോക്കിയാലും വിശുദ്ധ ജീവിതം, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വലിയ സ്ഥാനം നൽകി എഴുതിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അവർ തങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരാണ് ആ പ്യൂരിറ്റൻസ് എന്ന് വിളിക്കപ്പെടുന്നത്. അവരാണ് ദൈവവചനത്തിന് ഈ നാമം കൊടുത്തിട്ടുള്ളത്. എന്താണ്? റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ള പ്രമാണം. നമുക്ക് ആധാരം ഇതാണ്, നമ്മളെ റെഗുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ്, മറ്റൊന്നുമല്ല. ആ നിലയിൽ അവർ വചനത്തെ അവരുടെ ജീവിതത്തിന് മനസ്സിലാക്കി. നാം ആ നിലയിൽ നമ്മുടെ ജീവിതത്തിനും സഭയിലെ നടപ്പിനും സ്ഥലം സഭയ്ക്കിലെ എല്ലാ കാര്യങ്ങൾക്കും ആ നിലയിൽ വചനത്തെ ഉൾക്കൊള്ളേണ്ടതേറെ ആവശ്യമാണ്. ദിസ് ഈസ് ആർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ, നത്തിങ് എൽസ്. നാം ബ്രദറൻ മൂവ്മെന്റിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ കാലങ്ങളിലൊക്കെ ഒത്തിരി നാം 200 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒത്തിരി നാം കേൾക്കാറുള്ളതാണല്ലോ. മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഇവിടുത്തെയും ആരംഭത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന നാളുകളാണല്ലോ. നാം ഇവിടുത്തെ ആരംഭമോ ഡബ്ലിനിലെ ആരംഭമോ എവിടുത്തെ ആരംഭം നാം നോക്കിയാലും ഈ ബ്രദറൻ മൂവ്മെന്റ് നാം നോക്കിയാൽ ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. ദൈവവചനം അതിൻ്റെ ലാളിത്യത്തിൽ മനസ്സിലാക്കുവാനും അത് അതേപടി അനുസരിക്കുവാനുമുള്ള ഒരു നീക്കമായിരുന്നു അത്. ദാറ്റ് വാസ് ദ മൂവ്മെന്റ്.
They were coming back to the Bible. അവരായിരുന്ന ആ കൂട്ടങ്ങളിൽ വചനത്തിന് വേണ്ട സ്ഥാനമില്ല. വചനത്തിൽ നിന്നും അവർ വളരെ ദൂരെ പോയി എന്ന് മനസ്സിലാക്കി അവർ ഒന്നിച്ചുകൂടി വചനം പഠിച്ചു. വളരെ യൗവനക്കാരായിട്ടുള്ളവർ, ആ ഡബ്ലിനിൽ തുടങ്ങിയവരും യൗവനക്കാരായിട്ടുള്ളവർ, അവരുടെ 20കളിൽ. ഇവിടത്തെയും ആരംഭം ഞാൻ നോക്കിയപ്പോൾ they were also in their 20s. അവർ 20കളിലായിരുന്നു. അങ്ങനെ യൗവനക്കാർ ചിലർ കൂടി വചനത്തിന് പ്രാധാന്യം നൽകി അവർ വചനത്തിലേക്ക് വരികയായിരുന്നു. എന്നാൽ ഇന്ന് വാസ്തവത്തിൽ നാം നോക്കിയാൽ അതിൽ നിന്നും അകന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് പലയിടത്തും കാണുന്നില്ലേ? വചനത്തിന് പകരം പലതൊക്കെ ഉള്ളിൽ കയറി അതിൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥയല്ലേ? അതുകൊണ്ട് തന്നെ പലയിടത്ത് നോക്കിയാലും ഒരു കൂട്ടം ജനം ഇത് വിട്ടുപോകുന്നൊരവസ്ഥയും കാണുന്നില്ലേ? ഇന്ന് പലയിടത്തും കേൾക്കുന്നത് അതാണ്. ഈ നാളുകളിൽ വചനത്തിന് പ്രാധാന്യം നാം മനസ്സിലാക്കി വചനത്തോട് പ്രതിബദ്ധത പുലർത്തേണ്ട ആവശ്യം ഏറെയുണ്ടെന്നുള്ളത് നാം ഓർക്കണം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. തിമോത്തിയോസ് പൗലോസിനോടൊപ്പം വളരെ യാത്ര ചെയ്ത ആളാണ്. എങ്ങനെ ഒരു സഭ റൺ ചെയ്യണമെന്നൊക്കെ തനിക്കറിയാം. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് തനിക്കറിയാം. നിന്റെ പരിചയം വെച്ച് ഞാൻ വരുവോളം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളുന്നല്ല താൻ പറയുന്നത്. ഞാൻ വരുവോളം നീ ദൈവത്തിന്റെ സഭയിൽ നീ നടക്കണം. നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഭാ ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സമൂഹ ജീവിതത്തിനും ഏത് തലത്തിലുള്ള നമ്മുടെ നടപ്പിനും വചനം മാത്രം റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരിക്കണം. വചനത്തോട് നാം പ്രതിബദ്ധത പുലർത്തണം, സമർപ്പണമുള്ളവരായിരിക്കണം. ഈ വസ്തുത പൗലോസ് ഇവിടെ എഴുതുന്നത് പ്രധാനമായിട്ടും സഭയോടുള്ള ബന്ധത്തിലാണ്. ഈ വസ്തുത യൗവനക്കാരനായിട്ടുള്ള തിമോത്തിയോസിൻ്റെ മനസ്സിൽ വരത്തക്കവണ്ണം വചനം മാത്രം അടിസ്ഥാനമായിരിക്കണം എന്നുള്ള പ്രമാണം മനസ്സിലൊന്ന് കൊണ്ടുവരത്തക്കവണ്ണം സഭയ്ക്ക് പൗലോസ് 3 വിവരണങ്ങൾ നൽകുന്നത് നാം കാണുന്നുണ്ട്. 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആ വിവരണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. 15-ാം വാക്യത്തിൽ നാം കണ്ടത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതില്ല. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. സഭയ്ക്കുള്ള 3 വിവരണങ്ങൾ നാം ഇവിടെ കാണുന്നുണ്ട്. 1, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. 2, ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. 3, ദൈവാലയം. The pillar and ground of the truth, the church of the living God, the house of God. ഇംഗ്ലീഷിൽ ക്രമം ഇതിന് നേരെ തിരിച്ച, എന്നാൽ മലയാളത്തിലെ ക്രമം തന്നെ നാം പിന്തുടരാം. എന്താ ഈ 3 വിവരണങ്ങളുടെ പ്രാധാന്യം? അല്ലെങ്കിൽ പൗലോസ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. വചനം മാത്രം അടിസ്ഥാനമായിരിക്കണം, മറ്റൊന്നുമല്ല. അപ്പോൾ ദൈവവചനം മാത്രം അടിസ്ഥാനമായിരിക്കണമെന്നുള്ള സത്യം തിമോത്തിയോസിന് മനസ്സിലാകുവാൻ വേണ്ടിയാണ് സഭയ്ക്ക് ഈ 3 വിവരണങ്ങൾ താൻ നൽകുന്നത്. അപ്പോൾ ആ സത്യം മനസ്സിലാകത്തക്കവണ്ണം ഈ 3 വിവരണങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഒന്നാമത്തേലേക്ക് നാം ശ്രദ്ധ കൊണ്ടുവരാം. എന്താണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനം. എന്താ ഇതിൻ്റെ അർത്ഥം? തൂണും അടിസ്ഥാനവും. തൂണും അടിസ്ഥാനവും എന്നുള്ള പ്രയോഗം മനസ്സിലാക്കണമെങ്കിൽ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഭരിച്ചിരുന്ന ആ കാലത്ത് അവർ ചെയ്തിരുന്ന ഒരു സംഗതി നാം അറിയുവാനായിട്ട് ആവശ്യമുണ്ട്. അവരുടെ വാഴ്ചയുടെ ഏതാണ്ട് അവസാന ഭാഗമാകുമ്പോഴേക്കുമൊക്കെ അവർ ചില സ്തംഭങ്ങൾ ഉയർത്തുമായിരുന്നു, പില്ലേഴ്സ്.
ഇന്നും ലോകത്തിൽ ചിലയിടത്ത്, ഇന്ത്യയിലും ഒക്കെ പോയാൽ അങ്ങനെയുള്ള പില്ലേഴ്സ് കാണാനായിട്ട് സാധിക്കും. പണ്ടത്തെ ചക്രവർത്തിമാരൊക്കെ ഉയർത്തിയ സ്തംഭങ്ങളാണ്. ആ സ്തംഭങ്ങൾക്ക് സാധാരണ 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അതിനൊരു അടിസ്ഥാനമുണ്ടാകും, ഫൗണ്ടേഷൻ. പിന്നെ അതിൻ്റെ മുകളിൽ ആ സ്തംഭമുണ്ടായിരിക്കും, ദ പില്ലർ. അതിൻ്റെ മുകളിൽ ആ ഒരു കുട പോലെ ഒരു ഭാഗം കാണും. കുടയൊക്കെ പിന്നെ അങ്ങ് മാറും. അത് മഴയും വെയിലും ഒന്നും വീഴാതെ ഇരിക്കാൻ വേണ്ടിയാണ് ആ കുട പോലെയുള്ളത് ആ ഭാഗം വെക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് ആ തൂണും പിന്നെ അടിസ്ഥാനവും. ആ ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ അത് ഉയർത്തുന്നത്. ആ തൂണിൽ അവർ ആ രാജാവിൻ്റെ പേരും ഏത് കാലത്ത് താൻ ഭരിച്ചിരുന്നു, തൻ്റെ ആ കാലത്ത് എന്തെല്ലാമായിരുന്നു രാജ്യത്ത് താൻ നേടിയെടുത്ത കാര്യങ്ങൾ, ഇതൊക്കെ അവിടെ എഴുതിയിരിക്കും. തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കും. അടുത്ത തലമുറകൾ അത് വായിക്കത്തക്കവണ്ണം, എപ്പോഴും നിൽക്കത്തക്കവണ്ണം അത് എഴുതിയിരിക്കും. എന്നാൽ തോന്നുന്നതൊക്കെ എഴുതി പിടിപ്പിക്കാനായിട്ട് സാധ്യമല്ല. ഇതിനൊക്കെ തെളിവുകൾ വേണം. അപ്പോൾ അതിനുള്ള രേഖകൾ ഉണ്ടാക്കും. ആ രേഖകൾ ഈ അടിസ്ഥാനത്തിൽ അവർ അത് കുഴിച്ചിടും. ആ തൂണിൽ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതും. ആ അടിസ്ഥാനത്തിൽ ആ എഴുതിയിരിക്കുന്നതിന് ആധാരമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി അതിലവർ മറച്ചു വെക്കും. അപ്പോൾ നോക്കുക, ആ രാജാവിനെ കുറിച്ചുള്ള വസ്തുതകൾ ആ സ്തംഭം, ആ പില്ലർ കാണിക്കും. മാത്രമല്ല അടിസ്ഥാനം അതിനെ സൂക്ഷിക്കും. മനസ്സിലായെന്ന് വിചാരിക്കും. ആ സദൃശ്യമാണ് പൗലോസ് ഇവിടെ സ്ഥലം സഭയ്ക്ക് ഉപയോഗിക്കുന്നത്. സ്ഥലം സഭയും അത് ഒരു അടിസ്ഥാനവും തൂണുമാണ്, അല്ലെങ്കിൽ തൂണും അടിസ്ഥാനവുമാണ്, അല്ലെങ്കിൽ തൂണും അടിസ്ഥാനവും കണക്കെയുള്ളതാണ്. എന്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ് പറഞ്ഞാട്ട്? സത്യത്തിൻ്റെ. എന്താണ് സത്യം? യേശുക്രിസ്തു സത്യമാണ്. മാത്രമല്ല കർത്താവ് തന്നെ പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ബാക്കി, നിന്റെ വചനം സത്യമാകുന്നു. വചനമാണ് സത്യം, അല്ലെങ്കിൽ കർത്താവും തൻ്റെ വചനവും. അപ്പോൾ ഓരോ സ്ഥലം സഭയും തൂണും അടിസ്ഥാനവും പോലെ ഇരിക്കണം. തൂണും അടിസ്ഥാനവും രാജാവിനെ കുറിച്ചുള്ള വിവരം അറിയിക്കുകയും അതുപോലെ കാക്കുകയും ചെയ്യും. ആ ഉത്തരവാദിത്തമാണ് സ്ഥലം സഭയ്ക്കുള്ളത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. സത്യത്തെ മറ്റുള്ളവർക്ക് കാട്ടുന്നവരായിരിക്കണം, തന്നെയുമല്ല സത്യത്തെ കാക്കുന്നവരുമായിരിക്കണം. അടിസ്ഥാനം രേഖകൾ കാക്കുന്നത് പോലെ ആ സ്ഥലം സഭ സത്യത്തെ അല്ലെങ്കിൽ വചനത്തെ കാക്കണം. മാത്രമല്ല മറ്റുള്ളവർക്ക് കാട്ടുകയും ചെയ്യണം. ഇതിൽ നാം കാണുന്നത് സഭയെക്കുറിച്ചുള്ള, സ്ഥലം സഭയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗാഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ലോക്കൽ അസംബ്ലി. അവ തൂണും അടിസ്ഥാനവും പോലെ ആയിരിക്കണം. തൂണും അടിസ്ഥാനവും രാജാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുന്നത് പോലെ, ആ രേഖകൾ കാക്കുന്നത് പോലെ ഓരോ സ്ഥലം സഭയും ദൈവവചനം നൽകുന്നവരും ദൈവവചനത്തെ കാക്കുന്നവരുമായിരിക്കണം. ഇത് ദൈവിക ഉദ്ദേശമാണെങ്കിൽ, ഇത് സ്ഥലം സഭയെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ, വചനമായിരിക്കണം അവിടെ ആധാരം. ആധാരം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വചനത്തോട് ഈ പ്രതിബദ്ധത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ പുലർത്തുവാൻ സാധ്യമല്ല. അപ്പോൾ ആദ്യത്തെ ആ വിവരണം അതാണ് ഓർപ്പിക്കുന്നത്, ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗാഡ്. നാം ഈ ലേഖനത്തിലേക്ക് തന്നെ വരുമ്പോൾ ഈ 2 കാര്യങ്ങൾ പൗലോസ് പറയുന്നത് നാം കാണുന്നുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് വാല്യോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ത്? കാത്തുകൊണ്ട്. 2 തിമോത്തിയോസിലേക്ക് വരുമ്പോൾ അവിടെയും നാം കാണുന്നുണ്ട്. 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അതിൻ്റെ 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുത്തി പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. കാക്കുക മാത്രമല്ല, സൂക്ഷിക്കുക മാത്രമല്ല, നൽകുകയും ചെയ്യണം. ഇനി 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് വചനം പ്രസംഗിക്കുക.
അതും കാട്ടുന്ന കാര്യമാണ് അവിടെ നാം കാണുന്നത്. അപ്പോൾ ഈ ലേഖനങ്ങളിൽ ഉടനീളം ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ നാം കാണുന്നുണ്ട്. വചനം കാട്ടുന്നവരും അല്ലെങ്കിൽ വചനം നൽകുന്നവരും വചനം കാക്കുന്നവരുമായിരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശം ആ സ്ഥലം സഭയെക്കുറിച്ചുള്ളത്. ആ ഉപനിധി, ഡെപ്പോസിറ്റ്, അത് നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ദൈവിക ഉദ്ദേശം നമുക്ക് സാധ്യമാകണമെങ്കിൽ വചനം അടിസ്ഥാനമായിരിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ എന്തെങ്കിലും അടിസ്ഥാനമാണെങ്കിൽ ഈ ഉദ്ദേശം സാധിക്കുവാൻ അസാധ്യമാണ്. അപ്പോൾ അത് തിമോത്തിയോസ് മനസ്സിലാക്കുവാനായിട്ടാണ് സ്ഥലം സഭയ്ക്ക് ഈ വിവരണം അവിടെ നൽകുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനം. രണ്ടാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. എന്താണ് രണ്ടാമത്തെ വിവരണമായി നാം കാണുന്നത്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ആ ജീവനുള്ള ദൈവത്തിൻ്റെ സഭ. ഇവിടെ നാം കാണുന്നത് ദൈവിക സ്വഭാവമാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ സഭ എന്നുള്ള പ്രയോഗത്തിൽ ജീവനുള്ള ആ ആദ്യത്തെ വാക്കിനാണ് ആ പ്രാധാന്യം, ഫോക്കസ്. ലിവിങ്. ആ ഗോഡ് ഈസ് എ ലിവിങ് ഗോഡ്. സഭ അത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. നാം അതിൻ്റെ ഫോക്കസ് വിട്ടുപോകരുത്. വചനം എന്തുകൊണ്ട് സ്ഥലം സഭയിൽ ആധാരമായിരിക്കണം എന്നുള്ള കാര്യം പൗലോസ് പറയുകയാണ്. എന്തുകൊണ്ട് ആ വചനം മാത്രം ആ ആധാരമായിരിക്കണം? ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. ദൈവത്തിന് ജീവനുള്ള എന്ന പ്രയോഗം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ നാം കാണുന്നതാണ്. അതൊന്ന് എണ്ണി നോക്കിയാൽ പഴയ നിയമത്തിലും ഏതാണ്ട് 15 പ്രാവശ്യം നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലും ഏതാണ്ട് 15 പ്രാവശ്യം നാം അത് കാണുന്നുണ്ട്. ജീവനുള്ള ദൈവം. നാം ഈ ഒന്ന് തിമോത്തിയോസിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 3 പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെയാണ് ആദ്യത്തേത്. പിന്നീട് 4-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നു, അതിനായിട്ട് തന്നെ സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നു. മലയാളത്തിൽ അതില്ല, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 17-18 വാക്യങ്ങളിൽ ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന, മലയാളത്തിൽ ദൈവത്തിൽ എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ലിവിങ് ഗോഡ്, ആ സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ജീവനുള്ള ദൈവത്തിൽ ആശ്രയിപ്പാനും തുടങ്ങി പല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 3 പ്രാവശ്യം ഈ 1 തിമോത്തിയോസിൽ തന്നെ ഈ ജീവനുള്ള പ്രയോഗം ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുന്നു. ഈ ജീവനുള്ള പ്രയോഗം ഓരോ ഇടത്തും നാം നോക്കിയാൽ അതിലെ അർത്ഥം വെവ്വേറെയായിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ ജീവനുള്ള ദൈവം എന്നുള്ള പ്രയോഗം ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ചിലയിടങ്ങളിൽ ശിക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നാം കാണുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും വെവ്വേറെ ആ അർത്ഥങ്ങളാണ് ജീവനുള്ള പ്രയോഗത്തിന് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ 1 തിമോത്തിയോസിൽ 3 അതുണ്ടെന്നുള്ളത് നാം കണ്ടു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ പറയട്ടെ, ഈ 3 വെവ്വേറെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് 6-ാം അധ്യായത്തിൽ സകലവും നമുക്ക് നൽകുന്നവൻ, ജീവനുള്ളവൻ എന്നുള്ള പ്രയോഗത്തിൽ സകലവും നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. 4-ാം അധ്യായത്തിൽ രക്ഷിക്കുന്ന ദൈവം, നമ്മെ രക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെയോ ഈ 3-ാം അധ്യായം 15-ാം വാക്യത്തിലോ ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ സഭയെന്ന് പറയുമ്പോൾ ഇവിടെ ജീവനുള്ള പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? വികാരങ്ങളുള്ളവൻ. വികാരങ്ങളുള്ളവൻ. ഓർക്കുക, ദൈവവചനം മാത്രം സഭയിൽ അടിസ്ഥാനമായിരിക്കണം. എന്തുകൊണ്ട്? ഈ സഭയുടെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് വെച്ചാൽ അവൻ്റെ സഭയിൽ അവൻ്റെ വചനമല്ല ആധാരമെങ്കിൽ അവൻ ജീവനുള്ളവനാണ്. അവൻ ദുഃഖിക്കുക മാത്രമല്ല, അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ഈ കാര്യം ഓർപ്പിക്കുവാനായിട്ടാണ് ജീവനുള്ള പ്രയോഗം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിയർ വി സീ ദ നേച്ചർ ഓഫ് ഗോഡ്. ആദ്യത്തേതിൽ ദി എക്സ്പെക്ടേഷൻ ഓഫ് ഗോഡ്, ദൈവിക ഉദ്ദേശം. ഇവിടെ നാം കാണുന്നത് ദൈവിക സ്വഭാവം. അപ്പോൾ ദൈവിക ഉദ്ദേശം നോക്കിയാൽ വചനം മാത്രം ആധാരമായിരിക്കണം. ദൈവിക സ്വഭാവം നോക്കിയാൽ വചനം മാത്രം ആധാരമായിരിക്കണം. നാം ഒരു ബിംബത്തെയാണ് ആരാധിച്ചു പോയിരുന്നുവെങ്കിൽ, ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ, അങ്ങനെയുള്ള ആരാധകരായിരുന്നുവെങ്കിൽ
വചനമൊന്നും നിയമങ്ങളൊന്നും പാലിക്കേണ്ട വലിയ ആവശ്യമില്ലായിരുന്നു. ആ ബിംബത്തെ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെക്കാം, നാളെ വേണമെങ്കിൽ വേറൊരിടത്ത് വെക്കാം, എവിടെ വേണമെങ്കിലും ഒക്കെ എടുത്തുകൊണ്ട് പോയത്. എന്ത് ചെയ്താലും ഒന്നും ചോദിക്കുകയില്ലായിരുന്നു. സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ ചെവിയുണ്ട് കേൾക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, ഇങ്ങനെയൊക്കെ നാം കാണുന്നു. എന്നാൽ നമ്മുടെ ദൈവം ജീവനില്ലാത്ത ഒരു ബിംബമല്ല. നമ്മുടെ ദൈവം ജീവനില്ലാത്ത ഒരുവനല്ല, അവൻ ജീവനുള്ളവനാണ്. ജീവനുള്ളവനെങ്കിൽ അവന്റെ സഭയിൽ അവന്റെ വചനം മാത്രം ആധാരമായിരിക്കണം, മറ്റൊന്നും വരുന്നത്. അവൻ ജീവനുള്ളവനാ, അവൻ ദുഃഖിക്കുക മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ ജീവനുള്ളതാകയാൽ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയുമാണ്. ഈ ബോധ്യം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഈ ബോധ്യം വേണ്ടുവണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് നാം ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും സഭകളിലുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഭയം, ബോധ്യം കുറയുന്ന നാളുകളിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ സഭയെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാൽ വിശ്വാസികൾ വ്യക്തിജീവിതത്തിലും നാം ഇത് ശ്രദ്ധിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. വചനം മാത്രം ആധാരമായിരിക്കണം. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, സഭ അവൻ്റെതാണ്. അപ്പോൾ അവൻ്റെ വചനം ആധാരമായില്ലെങ്കിൽ അവൻ ദുഃഖിക്കും. വ്യക്തി ജീവിതത്തിലും അത് വാസ്തവമാണ്. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദുഃഖിപ്പിക്കരുത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? അരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെന്ന് തോന്നില്ലേ? ആ ഭാഗമൊക്കെ നാം നോക്കി അതിന് മുകളിലും പുറകിലുമൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് ചെയ്യരുതെന്നൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടായാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. നാം സാധാരണ ദുഃഖമെന്ന വാക്കിനെ ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. ഗ്രീവ് നോട്ട് ദ സ്പിരിറ്റ്. ഗ്രീവ് അല്ലെങ്കിൽ ഗ്രീഫ് എന്നുള്ള വാക്കിനെ നാം സാധാരണ ഇങ്ങനെ വിശദീകരിക്കും. ഗ്രീഫ് ഈസ് എ ലവ് വേർഡ്. ദുഃഖമെന്ന് പറയുന്ന വാക്ക് സ്നേഹസംബന്ധമായിട്ടുള്ളൊരു വാക്കാണ്. നാം ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. ഇങ്ങനെ വിചാരിക്കുക, നമുക്കൊരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കുക. വിശ്വാസികൾ ശത്രുക്കൾ ഉണ്ടായിരിക്കരുത്, നാം എല്ലാവരെയും സ്നേഹിക്കേണ്ടവരാ. എന്നാൽ ഉദാഹരണത്തിന് ഇങ്ങനെ വിചാരിക്കുക, ഒരു ശത്രു നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ശത്രു അങ്ങ് ഇഞ്ഞ് നടന്ന് നമ്മെക്കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞു വരുത്തുക. അപ്പോൾ ആരെങ്കിലും വന്ന് നമ്മോട് പറയുക, ഇങ്ങനെയൊക്കെയാണല്ലോ സഹോദര ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുമോ? അത് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖം തോന്നുമോ? നിങ്ങളിരിക്കുന്ന കണ്ടിട്ട് ഇവിടെങ്ങും അങ്ങനെ നടക്കാറില്ല, ഞങ്ങൾക്കതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ദുഃഖം തോന്നുമോ? ദുഃഖമൊന്നും പ്രത്യേകം തോന്നാറില്ല. കാരണം ആരാ അത്? ശത്രു പിന്നെ നല്ലതാണെന്ന് പറയുന്നത്. മാത്രമല്ല പുള്ളിയെക്കുറിച്ച് നമ്മളും നമ്മളും പറയുന്നതല്ലേ. അപ്പോൾ ശത്രു അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ വലിയ ദുഃഖമൊന്നും തോന്നുകയില്ല. അവനിങ്ങനെ പറയുന്നല്ലോ എന്നൊന്ന് വിചാരിക്കുമായിരിക്കാം, പക്ഷേ അധികം ദുഃഖമൊന്നും തോന്നുകയില്ല. എന്നാൽ ഇങ്ങനെ വിചാരിക്കുക, വളരെ അടുത്തൊരു വ്യക്തി എന്നും വീട്ടിൽ വരും, വളരെ നേരം ഒന്നിച്ചിരിക്കും, പ്രാർത്ഥിക്കും, നല്ല സമയം ഒന്നിച്ച് ചെലവഴിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ വന്നു, രാവിലെ 1-2 മണിക്കൂർ ഒന്നിച്ചിരുന്നു, ചായ കുടിച്ചു, പ്രാർത്ഥിച്ചു, വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ അവിടെ നിന്നും മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ കടന്നു ചെന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ വീട്ടിലെ സഹോദരൻ നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് വിചാരിക്കുക, വന്നിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുക, നോക്ക് നിങ്ങൾ തമ്മിൽ വളരെ അടുപ്പമാണെന്നല്ലോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറയാം, പിന്നെ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് ചായ കുടിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു, പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറ്റി? അവരെ അച്ചായൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്, പക്ഷേ പുള്ളി അങ്ങനെയൊന്നുമല്ല. വീട്ടിൽ പുള്ളി വന്നിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടാണ് വന്നത്, അവിടെ 1 മണിക്കൂർ ചെലവഴിച്ചു, എന്തൊക്കെ അച്ചായനെക്കുറിച്ച് പറഞ്ഞതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കാര്യങ്ങൾ താൻ പറഞ്ഞു കേൾപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാം കളവാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിഷമം തോന്നുമോ? വിഷമം തോന്നും.
കാരണം എന്താ? വിഷമം തോന്നാൻ കാരണം എന്താ? അത് പുള്ളിയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഒരു സ്നേഹബന്ധമുണ്ട്. ഒരു സ്നേഹബന്ധമുള്ളിടത്ത് അങ്ങനെയുള്ള കാര്യം നാം പ്രതീക്ഷിക്കുന്നതല്ല. അപ്പോൾ ആ പ്രതീക്ഷിക്കാത്തത് വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അപ്പോൾ സ്നേഹവും ദുഃഖവും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഗ്രീഫ്, ദുഃഖത്തെ സ്നേഹസംബന്ധമായ വാക്ക്, എ ലവ് വേർഡ് എന്ന് വിശദീകരിക്കാറുള്ളത്. സ്നേഹമുള്ളിടത്താണ് ദുഃഖം വരിക. സ്നേഹമില്ലെങ്കിൽ ദുഃഖമൊന്നും പ്രത്യേകിച്ച് വരികയില്ല. അപ്പോൾ സ്നേഹമുണ്ടായിട്ടാണ് ഒരു ഉദ്ദേശമുണ്ട്, ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ളത്. ആ ഉദ്ദേശത്തിന് വിരുദ്ധമായി, ആ എക്സ്പെക്റ്റേഷന് വിരുദ്ധമായി എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ദുഃഖത്തിന് കാരണമാകും. നോക്കുക, വാക്യത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മിൽ അധിവസിക്കുന്നു. എല്ലാ വിശ്വാസികളിലുമുണ്ട് പരിശുദ്ധാത്മാവ്. അത് പുതിയ നിയമ വിശ്വാസികളുടെ ഒരു അനുഗ്രഹമാണ്. പഴയ നിയമത്തിൽ അധിവാസമില്ലായിരുന്നു. ദാവീദിൽ ആ പരിശുദ്ധാത്മാധിവാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുതെന്ന് പറയുവാൻ കാരണമായത്. തുടർമാനമായിട്ടുള്ള എന്നേക്കുമുള്ള അധിവാസം പഴയ നിയമത്തിൽ നാം കാണുന്നില്ല. ഈ അബ്രഹാമിനും ദാവീദിനും ശലോമോനും അങ്ങനെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള അനേകർക്കും ഇല്ലാത്ത അനുഗ്രഹമാണ് വിശ്വാസികൾക്ക്, പുതിയ നിയമ വിശ്വാസികൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് അധിവസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് നമ്മെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്, എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻസിന് എതിരായി എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ അത് പരിശുദ്ധാത്മാവിന് ദുഃഖമാണ്. നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു? നാം ഇന്ന് ഈ വചനമൊക്കെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. അവസ്ഥ എങ്ങനെ ഇരിക്കുന്നു? എന്തെങ്കിലും അവന് യോഗ്യമല്ലാത്തത് ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവരോടുള്ള തെറ്റായ മനോഭാവം, അരുതാത്ത വാക്കുകൾ. ചിലർക്കൊക്കെ ഒരു സെന്റൻസ് പൂർത്തിയാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചേ സാധിക്കുകയുള്ളൂ. അവർ അരുതാത്ത സ്വഭാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് ദുഃഖമാണെന്നുള്ളത് നാം ഓർക്കണം. കാരണം അവൻ അധിവസിക്കുമ്പോൾ ഹി ഹാസ് ആൻ എക്സ്പെക്റ്റേഷൻ അബൌട്ട് അസ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള ആ കാര്യത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടാകുന്നത് അവന് ദുഃഖമാണ്. വീണ്ടും ഓർപ്പിക്കട്ടെ, ജീവനില്ലായിരുന്നെങ്കിൽ ദുഃഖമുണ്ടാകുകയില്ലായിരുന്നു. എന്നാൽ നമുക്കുള്ള ദൈവം ജീവനുള്ള ദൈവമാണ്. സഭ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. So there we see the nature of God. Pillar and ground of the truth, the expectation of God. The church of the living God, the nature of God. മൂന്നാമത്തെ വിവരണം എന്താ നാം കാണുന്നത്? എന്താണ് മൂന്നാമത്തെ വിവരണം? ദൈവാലയം. ദൈവാലയം ഇംഗ്ലീഷിൽ നാം നോക്കുമ്പോൾ ദി ഹൗസ് ഓഫ് ഗോഡ്, ദി ഹൗസ് ഓഫ് ഗോഡ്. ഹിയർ വി സീ ദി ഓണർഷിപ്പ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഉടമസ്ഥത, സ്ഥലം സഭയുടെ മേലുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥത നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. സ്ഥലം സഭ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. അവൻ നമ്മിൽ അധിവസിക്കുന്നു എന്ന് മാത്രമല്ല, സ്ഥലം സഭ അവൻ്റെ അധിവാസമാണ്, അവൻ അധിവസിക്കുന്നിടമാണ്, അവൻ നമ്മുടെ മധ്യേ. അവൻ്റെ ഈ ഓണർഷിപ്പ് നാം എപ്പോഴും ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. സ്ഥലം സഭ നമ്മുടേതല്ല, അത് സുവിശേഷകന്മാരുടേതല്ല, അത് മൂപ്പന്മാരുടേതല്ല, വിശ്വാസികളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. മറ്റുള്ളവരെല്ലാം അതിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മെ അവൻ്റെ കൃപയാൽ ആക്കിയിരിക്കുകയാണ്. ഈ ബോധ്യം നമ്മളുണ്ടെങ്കിൽ അതിലെ നമ്മുടെ നടപ്പിന് എന്തെല്ലാം വ്യത്യാസമുണ്ടാകുമായിരുന്നു. നാമെല്ലാം നമുക്ക് വീടുകളുള്ളവരാണ്, ഭവനത്തിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ ഭവനം നാം മനസ്സിൽ കാണുക. അവിടുത്തെ ക്രമങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ ആരുടെ നിയമങ്ങളാ? നമ്മുടെ തന്നെ നിയമങ്ങളാണ്. ഞാൻ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പല വീടുകളിലൊക്കെ പോകുമല്ലോ. അപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളുണ്ട്. എന്താ? ഈ വീട്ടിലെ ക്രമങ്ങൾ എന്തൊക്കെയാണ്?
ചെരുപ്പ് ഊരി എവിടെയാണ് ഇടേണ്ടത്? കയറി ചെന്ന് എവിടെയാണ് ഇരിക്കേണ്ടത്? അല്ലെങ്കിൽ കയ്യിലുള്ള ബാഗ് എവിടെ വെക്കണം? എന്തുകൊണ്ടാണ് ആ ശ്രദ്ധിക്കുന്നത്? അതെൻ്റെ വീടല്ല. എന്നാൽ യോഗമൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും, ചെരുപ്പ് എവിടെ ഇടണമെന്ന് ഞാൻ നോക്കണോ? ബാഗ് എവിടെ വെക്കണമെന്ന് ഞാൻ ശ്രദ്ധിക്കണോ? എവിടെ നിന്നിരിക്കണമെന്ന് ഞാൻ ശ്രദ്ധിക്കുവാൻ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ എൻ്റെ നിയമമാണ്, അവിടുത്തെ നിയമം. വേറൊരു ഭവനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആ ഉടമസ്ഥൻ്റെ നിയമമാണ് അവിടുത്തത്. അവൾ ആ ഭവനത്തിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം അവിടുത്തെ ക്രമങ്ങൾ എന്തൊക്കെയാണ്. അവൾ ഇവിടെ നോക്കുക, ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടല്ല, ഇത് ദൈവാലയമാണ്. ഇറ്റ്സ് ദ ഹൗസ് ഓഫ് ഗോഡ്. അത് മറക്കുമ്പോഴാണ് ഇന്ന് നാം കാണുന്ന പല പ്രശ്നങ്ങൾ സഭകളിൽ സംജാതമാകുവാനിടയാവുന്നത്. നമ്മുടെ ഇഷ്ടമല്ല അവിടെ, നാം അവിടെയും ഇവിടെയും കാണുന്ന കാര്യങ്ങളല്ല അവിടെ പ്രായോഗികമാക്കേണ്ടത്. വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതായിരിക്കണം അവിടുത്തെ ആധാരം, മറ്റൊന്നുമല്ല. The house of God, it's ownership. അപ്പോൾ ഈ 3 വിവരണങ്ങൾ സ്ഥലം സഭയ്ക്ക് ആ പൗലോസ് നൽകുന്നത് ഈ കാര്യം തൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുവാനാണ്. വചനം മാത്രം ആധാരമായിരിക്കണം. നീ അവിടെ നടക്കുവാൻ ആധാരം വചനം മാത്രമായിരിക്കണം. അത് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. ഈ എഴുതുന്നതല്ലാതെ മറ്റൊന്നും അടിസ്ഥാനമാകരുത്. മറ്റൊന്ന് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നാം ദൈവസഭയെക്കുറിച്ചാണ് കാണുന്നത്. പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ അനവധി നിഴലുകൾ പുതിയ നിയമത്തിലെ പൊരുളുകൾക്ക് നമുക്ക് കാണാനായിട്ട് സാധ്യമാണ്. സഭയിലെ സത്യങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് വസ്തുതകൾ കാണിക്കുന്ന ഒരു നിഴലാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. നാം സാധാരണ പറയാറുള്ള സംഗതിയാണിത്. പുറപ്പാട് പുസ്തകം നാം നോക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ച് നാം കാണുന്നു. 39-40 അധ്യായങ്ങൾ വായിച്ചാൽ, പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങൾ വായിച്ചാൽ ആ പണിയുടെ ഒരു ചുരുക്കം, എങ്ങനെ താൻ മോശ പണിഞ്ഞ് ആ ടെൻറ്റ് അല്ലെങ്കിൽ ആ ടാബർനാക്കിൾ സെറ്റപ്പ് ചെയ്തു എന്നുള്ള കാര്യം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗം നാം നോക്കുമ്പോൾ 40-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ thou shalt എന്നുള്ള പ്രയോഗം ആവർത്തിച്ച് നാം കാണുന്നു. അത് എണ്ണിയാൽ, ഞാൻ ഇംഗ്ലീഷിലാണ് എണ്ണിയത്, 14 പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മലയാളത്തിലും ഏതാണ്ട് ഇത് ചെയ്യണം അങ്ങനെയുള്ള പ്രയോഗം നാം ആവർത്തിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ 14 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അത് കൽപ്പനകളെ കാണിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്യണം, thou shalt 14 പ്രാവശ്യം. 39-40 അധ്യായങ്ങൾ വായിച്ചാൽ അവിടെ മറ്റൊരു പ്രയോഗം ആവർത്തിച്ച് നാം കാണുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഏത് പ്രയോഗമാണ്. യഹോവ കൽപ്പിച്ചതുപോലെ ഒക്കെയും മോശ ചെയ്തു, അരുളി ചെയ്തതുപോലെ ചെയ്തു. ആ പ്രയോഗവും ഒന്ന് എണ്ണി നോക്കിയാൽ 14 പ്രാവശ്യം നാം കാണും. 39-40 അധ്യായങ്ങൾ ചേർത്ത് അത് എണ്ണി നോക്കിയാൽ 14 പ്രാവശ്യം. അപ്പോൾ ആ കൽപ്പനകൾ 14 പ്രാവശ്യം നാം കാണുന്നു. thou shalt, അത് 40-ന്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ 39-40 അധ്യായങ്ങൾ നോക്കിയാൽ താൻ യഹോവ അരുളി ചെയ്തതുപോലെ തന്നെ മോശ ചെയ്തു എന്നുള്ള പ്രയോഗവും 14 പ്രാവശ്യം നാം കാണുന്നുണ്ട്. എന്താണ് അവിടെ നാം കാണുന്നത്? ദൈവം എന്ത് കൽപ്പിച്ചുവോ അതുപോലെ തന്നെ മോശ ചെയ്തു. ദൈവത്തിന്റെ വചനം മാത്രമായിരുന്നു തൻ്റെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ, വേറൊന്നുമില്ലായിരുന്നു, വചനം. ഈ വസ്തുതയാണ് ഈ ഭാഗത്ത് തിമോത്തിയോസിനോട് പൗലോസ് നൽകുന്നത്. എന്നിട്ടാണ് ആ 40-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത് സമാഗമനോടായ ദൈവത്തിൻ്റെ തേജസ് നിറയുന്നതായി നാം കാണുന്നത്. നമ്മുടെ കൂട്ടങ്ങളിൽ ആ നിറവുണ്ടോ? അവൻ്റെ സാന്നിധ്യം, മഹത്വം ഇവ ദൃശ്യമാകുന്നുവോ? ഇവ അനുഭവവേദ്യമാകുന്നുവോ? വചനപ്രകാരം നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം അത് അനുഭവവേദ്യമാക്കും. നാം 1 കൊരിന്ത്യർ 14-ാം അധ്യായം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായം
1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ കൃപാവരങ്ങൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. 12-ാം അധ്യായത്തിൽ അതിൻ്റെ പ്രൊവിഷൻസ്, അതിൻ്റെ ദാനം നാം കാണുന്നു. 13-ാം അധ്യായത്തിൽ അത് അനുവർത്തിക്കേണ്ടത് ഏത് പാതയിലൂടെയാണെന്ന് നാം കാണുന്നു, സ്നേഹം. 14-ാം അധ്യായത്തിൽ അതിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നാം കാണുന്നു. വിശദീകരിക്കുന്നില്ല. ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ പ്രവചനം അല്ലെങ്കിൽ വചനത്തിൻ്റെ പ്രഘോഷണം വേണ്ടുവണ്ണമാകുമ്പോൾ 24-25 വാക്യങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നാം കാണുന്നു. എന്താണ് നാം വായിക്കുന്നത്? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവൻ്റെ ഹൃദയരഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണ വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. പറഞ്ഞതിന് ചുരുക്കം ഇതാ, ദൈവഹിതപ്രകാരം സഭയിലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അകത്തു വരുന്ന ഏവർക്കും ഒരു കാര്യം മനസ്സിലാകും. ദൈവം വാസ്തവമായി നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞ് കവിണ്ണ് വീണ് ഏറ്റുപറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ യോഗകൾ നിമിത്തം ഇതുണ്ടാവണം. എന്നാൽ അനുഭവം ഇങ്ങനെയാണോ? നമ്മുടെ കൂടിവരവുകൾക്ക് അന്യരാരും അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം വരാറില്ല, അതൊരു കാര്യം. അഥവാ വന്നാലോ മത്സ്യം വെള്ളത്തിൽ നിന്ന് ചാടിയ മട്ടിലായിരിക്കും അല്ലേ? പിന്നെ അവർ തിരിച്ചു വരാറുണ്ടോ? ദൈവവചനപ്രകാരം കാര്യങ്ങൾ പോകുമ്പോൾ ദൈവം തൻ്റെ സാന്നിധ്യം വ്യക്തമാക്കും. എന്നാൽ ഇപ്പോൾ വരുന്നത് വിശ്വാസികൾ പോലും ആ കാര്യത്തിന് ബോധ്യമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് നാം പലപ്പോഴും കാണുന്നത്. നാം തന്നെ ആ സാന്നിധ്യ ബോധമില്ലാത്തവരായി തീരുന്നുവെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ഒരുവൻ എത്രമാത്രം ആ സാന്നിധ്യബോധം ഉണ്ടായി വരുവാനിട വരും. മറ്റുള്ളവർ കർത്താവിലേക്ക് വരുവാൻ കൂടിവരവുകൾ എങ്ങനെ മുഖാന്തരമായി തീരും? ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന മറ്റൊരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമാണ്. എന്താ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നാം കാണുന്നത്? പരിചയമുള്ള വാക്യങ്ങളാണല്ലോ, അവിടേക്ക് പോകാനായിട്ട് ആവശ്യമില്ല. എന്താ അവിടെ നാം കാണുന്നത്? ആ 28-ാം അധ്യായത്തിൽ യാക്കോബ് ആദ്യമായി തൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോവുക, പദ്ദൻഅരാമിലേക്ക് പോവുക. നമുക്കറിവുള്ളതാണ്. താൻ ലൂസിലെത്തുന്നു. യാക്കോബ് വാസ്തവത്തിൽ ആദ്യമായിട്ടായിരിക്കാം പിതാവിൻ്റെ ഭവനം വിട്ട് അങ്ങനെ ദൂരത്തൊക്കെ പോകുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, യാക്കോബും ഏശാവും തമ്മിൽ സ്വഭാവത്തിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്. ഏശാവിനെ കാണണമെങ്കിൽ വീട്ടിൽ ചെന്നാൽ ഒക്കുകയില്ല. പിന്നെ എവിടെ പോകണം? കാട്ടിൽ പോകണം. പുള്ളി എപ്പോഴും കാട്ടില്ല. യാക്കോബിനെ കാണണമെങ്കിൽ വീട്ടിൽ ചെയ്യണം. വീട്ടിൽ ചെന്നാലും മുന്നിൽസേ മുറിയിലൊന്നും കാണുകയില്ല. പിന്നെ വീടിൻ്റെ പുറകിലൂടെ അടുക്കളയിൽ ചെല്ലണം. പുള്ളി എപ്പോഴും അടുക്കളയില്ല. അമ്മയെ സഹായിക്കുക, വെള്ളം കോരുക, തീ അങ്ങോട്ടൊന്ന് നീക്കി വെക്കുക. ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല, ഞാനങ്ങനെ പറയുക. അങ്ങനെ അമ്മയെ സഹായിച്ച് വളരെ ആ നിലയിലുള്ള ആ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ യാക്കോബ് എന്ന് പറയുന്നത്. അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അമ്മയുടെ ആ സഹായത്താൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അനുഗ്രഹമൊക്കെ കിട്ടി. അനുഭവം നോക്കിയാൽ ശാപം കിട്ടിയ ഒരവസ്ഥയാണ്. വീട് വിട്ട് ദൂരേക്ക് പോകാനായിട്ട് ഇടവന്നു. പദ്ദൻഅരാമിലേക്ക് പോവുകയാണ്. അപ്പോൾ ലൂസിലെത്തിയപ്പോൾ ഇരുളായിരുന്നു, ഉള്ളിലും ഇരുളായിരുന്നു. മുൻപോട്ട് നോക്കിയപ്പോഴും എന്തൊക്കെയാകും തനിക്ക് അറിയില്ല. ചുറ്റും ഇരുളായിരുന്നു. അവിടെ കിടന്നുറങ്ങി. പിന്നീട് തനിക്ക് ആ ദർശനം ഉണ്ടാകുന്നതൊക്കെ നാം കാണുന്നുണ്ട്. കോമണിയുടെ ദർശനം, ദൂതന്മാരെ കാണുന്നു, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു. താൻ എഴുന്നേറ്റ് എന്ന് താൻ പറഞ്ഞു, ഇത് ദൈവം വസിക്കുന്നിടമാണ്. എന്നിട്ടാണ് അതിന് എന്ത് പേരിട്ടത്? ബേഥേൽ, ദ ഹൗസ് ഓഫ് ഗോഡ്. ഇവിടെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തും അത് തന്നെയാണ് നാം കാണുന്നത്. ദ ഹൗസ് ഓഫ് ഗോഡ്, ലോക്കൽ അസംബ്ലി അല്ലെങ്കിൽ സ്ഥലം, സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. അത് ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമാണെങ്കിൽ അവൻ വസിക്കുന്നിടമാണ്. അവൻ വസിക്കുന്നിടമെങ്കിൽ ആ വാസം അനുഭവവേദ്യമാകണം. പ്രാർത്ഥനയിൽ നിന്നാൽ പോരാ.
പിന്നെ അത് അനുഭവവേദ്യമാകണമെങ്കിൽ നാം ആ ബോധമുള്ളവരായിരിക്കണം. മാത്രമല്ല അവൻ്റെ വചനം മാനിക്കുന്നിടമായിരിക്കണം. വചനം മാനിക്കുന്നിടമാണെങ്കിൽ ദൈവം തൻ്റെ സാന്നിധ്യത്തെ വ്യക്തമാക്കും, അനുഭവമാക്കും. മറ്റുള്ളവർ കർത്താവിങ്കിലേക്ക് നാം 1 Corinthians 14 അധ്യായത്തിൽ കണ്ടതുപോലെ കടന്നു വന്ന് കവിണ്ണു വീണ് കർത്താവിനോട് ചേരുവാനായിട്ട് ഇടയായിത്തീരും. ഈ വ്യതിയാനങ്ങൾ നമ്മുടെ കൂട്ടങ്ങളിൽ ഉണ്ടാകേണ്ടതേറെ ആവശ്യമാണ്. ദൈവവചനത്തിന് വേണ്ട സ്ഥാനം നാം നൽകുവാനായിട്ട് ഏറെ ആവശ്യമുണ്ട്. നാം ഈ ക്ലാസ്സിൽ കേട്ടത് വചനത്തിൻ്റെ പ്രാധാന്യമാണ്. 14-15 വാക്യങ്ങളിൽ താൻ വചനത്തിൻ്റെ പ്രാധാന്യം പറയുന്നു. സഭ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ താൻ പറഞ്ഞു. ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കണം, യോഗങ്ങൾ എങ്ങനെയായിരിക്കണം, നേതൃത്വം എങ്ങനെയായിരിക്കണം. എന്നിട്ട് താൻ പറയുകയാണ്, ഈ എഴുതുന്നത് നീ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് നീ അറിയേണ്ടതിന് എഴുതുന്നു. എങ്ങനെയും നടക്കേണ്ടിടമല്ല ദൈവസഭ. അത് താൻ മനസ്സിലാക്കുവാൻ, തൻ്റെ മനസ്സിൽ പതിയുവാൻ താൻ സഭയ്ക്ക് ഉപയോഗിച്ച 3 സദൃശങ്ങളാണ് പ്രധാനമായും നാം കണ്ടത്. ഇതെല്ലാ വിശ്വാസികളും ഓർത്തിരിക്കേണ്ടത്. 1 പറഞ്ഞാട്ടെ, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനം. സ്ഥലം സഭ, നാം കൂടിയിരിക്കുന്ന സ്ഥലം സഭ, നമ്മെക്കുറിച്ചാണ് പറയുന്നത്. അത് സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. എന്താർത്ഥം? സത്യത്തെ വെളിപ്പെടുത്തണം. സത്യമെന്ന് പറയുന്നത് ദൈവവചനമാണ്, കർത്താവും അവൻ്റെ വചനം. ഞാൻ തന്നെ വഴിയും സത്യവും, സത്യമാണ് അവൻ. അതുപോലെ നിൻ്റെ വചനം സത്യമാകുന്നു. വചനത്തെ പ്രധാനമായും ഈ ഭാഗത്ത് വചനത്തെയാണത് പ്രധാനമായിട്ട് കാണുന്നത്. വചനത്തെ കാട്ടുന്നവരായിരിക്കണം, തന്നെയുമല്ല വചനത്തെ കാക്കുന്നവരുമായിരിക്കണം. വചനത്തിന് കളങ്കം വരുത്തുവാനുള്ള പല പ്രവണതകളുള്ള കാലത്താണ് നാം ജീവിക്കുന്നതെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഉപദേശങ്ങൾക്കൊരു വിലയുമില്ലാത്ത കാലം, ഉപദേശം എന്തായാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന കാലം, മാത്രമല്ല എന്താശയങ്ങളും ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ വിളിച്ച് പറയത്തക്കവണ്ണം സോഷ്യൽ മീഡിയയും നമ്മുടെ ഒക്കെ കയ്യിൽ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നാം ശ്രദ്ധിക്കുന്നില്ലായിരിക്കും അടുത്ത തലമുറയുടെ കയ്യിൽ അതെല്ലാം എത്തുക. ദേ ആർ കൺഫ്യൂസ്ഡ്. അവർ പോകുമ്പോഴേ നാം മനസ്സിലാകുന്നു പോകുന്നല്ലോ എന്ന്. എന്നാൽ അവർ നിൽക്കുമ്പോൾ നാം ഓർക്കുകയില്ല അവരുടെ കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാൻ. വചനം കാക്കേണ്ട കാലമാണിത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും. അവിടെ നാം പ്രധാനമായിട്ട് കണ്ടത് സഭയെക്കുറിച്ചുള്ള ദൈവിക പ്രതീക്ഷ, ദൈവിക ഉദ്ദേശം, ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗോഡ്. ആ പ്രതീക്ഷ സാധ്യമാകണമെങ്കിൽ വചനം അവിടുത്തെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് രണ്ടാമത് നാം കണ്ടത്? ജീവനുള്ള ദൈവത്തിൻ്റെ സഭ, ജീവനുള്ള ദൈവം. ആ പ്രയോഗത്തിൽ ജീവനുള്ള പ്രയോഗത്തിനാണ് പ്രാധാന്യം. ദ ചർച്ച് ഓഫ് ദ ലിവിങ് ഗോഡ്. എന്താണ് ഈ ഭാഗത്ത് ലിവിങ് എന്നുള്ളതിനുള്ള അർത്ഥം? ഞാൻ ഓർപ്പിച്ചു, പലയിടത്തും ഇത് കാണുന്നുണ്ട്. ഓരോ ഭാഗത്തും അതിൻ്റെ പശ്ചാത്തലം നാം നോക്കി അർത്ഥം മനസ്സിലാക്കണം. ഇവിടുത്തെ കാര്യം എന്താ അതിൻ്റെ അർത്ഥം? ലിവിങ് എന്ന് പറയുമ്പോൾ the nature of God. The nature of God. He is a living God. So he has feelings. ജീവനില്ലാത്തതിന് ഫീലിങ്സ് ഇല്ല. അവന് വികാരങ്ങളുള്ളവനാണ്, വിചാരങ്ങളുള്ളവനാണ്. അവൻ്റെ ഹിതത്തിന് എന്തെങ്കിലും എതിരായി പോയാൽ അവൻ ദുഃഖിക്കും. സഭ മാത്രമല്ല, വ്യക്തി ജീവിതവും എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആ നിലയിൽ നാം ഇത് ഓർത്തിരിക്കുവാൻ ആവശ്യമുണ്ട്. There we saw the nature of God, living. മൂന്നാമത് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് എന്തായിരുന്നു? ദേവാലയം. It's a house of God. There we see the ownership of God. ദൈവിക ഉടമസ്ഥത, ദൈവിക പ്രതീക്ഷ, ദൈവിക സ്വഭാവം, ദൈവിക ഉടമസ്ഥത. സ്ഥലം സഭ ദൈവത്തിൻ്റെതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നാം കാണുന്ന അടിപിടികളൊക്കെ ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെതാണെന്നുള്ള ആ ബോധ്യമുണ്ടെങ്കിൽ. ഇതില്ലാതെ വരുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബോധ്യം നമുക്കേറെ ആവശ്യമാണ്. ആ ബോധ്യം നാം ഉണ്ടാകുകയും വചനത്തിന് വേണ്ട സ്ഥാനം നൽകുകയും ചെയ്യുന്നുവെങ്കിൽ നാം പുറപ്പാട് പുസ്തകം 39-40 അധ്യായങ്ങളിൽ കണ്ടതുപോലെ ദൈവം അത് മാനിക്കും.
തൻ്റെ സാന്നിധ്യത്തെ അവിടെ വ്യക്തമാക്കും. ദൈവത്തിൻ്റെ ആ തേജസ്സിനാൽ അവിടെ നിറയുവാനിട വരും. മാത്രമല്ല ദൈവജനമുണരും. മാത്രമല്ല ഉള്ളിലേക്ക് വരുന്നവരും താണു വീണ് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ദൈവത്തോട് ചേരുവാൻ ഇടയായിത്തീരും. സ്ഥലം സഭയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശമത. അതെ പ്രിയമുള്ളവരെ, നാം ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യമാണ് ഈ സെഷനിൽ കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഈ ഭാഗങ്ങൾ നാം നോക്കിയാൽ ദൈവവചനത്തെക്കുറിച്ചുള്ള അനവധി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് പഠിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് 2 തിമോത്തിയോസ് വായിക്കുമ്പോൾ മറ്റെങ്ങും വചനത്തെക്കുറിച്ച് പറയാത്ത നിലയിൽ പൗലോസ് അധികം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 30 വർഷത്തിലേറെ താൻ ശുശ്രൂഷിച്ച വചനമാണ്. താൻ ദൈവസന്നിധിയിൽ നിന്നും പ്രാപിച്ച വചനം ജനത്തിന് കൊടുത്തു. ഇപ്പോൾ താൻ ആ ശുശ്രൂഷയിൽ നിന്നും നീങ്ങുവാൻ പോകുക. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. താൻ കൊണ്ടുവന്ന വചനം അത് നിന്നു പോകുവാനിട വരരുത്. താൻ ചെയ്ത ശുശ്രൂഷ അവിടെ നിന്നു പോകുവാനിട വരരുത്. അത് തുടരണം. ആ ഭാരമാണതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, വചനത്തെക്കുറിച്ചുള്ള ഭാരം. 2 തിമോത്തിയോസ് പിന്നീട് നിങ്ങൾ വായിച്ചു കൊള്ളുക. തൻ്റെ ഭാരം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനം നമ്മെക്കുറിച്ച് തന്നെ ഓർക്കേണ്ടത്, വചനം ഉപദേശം വിട്ടാൽ നമുക്ക് വേറൊന്നും ഇല്ല. മറ്റുള്ള കൂട്ടങ്ങൾക്കൊക്കെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട്. വചനമില്ലേലും നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് പോയാൽ പിന്നെ പറഞ്ഞാട്ട് വേറൊന്നുമില്ല. വി ആർ നോട്ട് ആൻ ഓർഗനൈസേഷൻ, ഒരു സംഘടനയല്ല, ഇതൊരു ജീവൽ ഘടനയെന്ന് നാം പറയുമല്ലോ. അതെ, അവൻ്റെ വചനം പ്രമാണമായിട്ട് എല്ലാ കാര്യങ്ങളിലും എടുക്കുവാൻ, ആ സ്ഥാനം വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ നൽകി വേണ്ടുവണ്ണം നടക്കാൻ നമുക്ക് സമർപ്പണമുള്ളവരായിരിക്കാം. ഈ സെഷനിൽ നാം കണ്ട ഈ വസ്തുതകൾ നമ്മെ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കട്ടെ. തുടർന്നും നാം അടുത്ത സെഷനിലും കടന്നു വരുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനമുള്ളതായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാറാകട്ടെ.